സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഇന്നലെ എടുത്ത വ്ളോഗാണ് കേട്ടോ. സൺഡേ എടുത്ത വ്ളോഗാണ്. സിദ്ധുമോന് പനിയൊക്കെ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒന്നും അവൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. കാരണം ഭയങ്കര കരച്ചിലും ഇച്ചിരി ബഹളങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പോൾ അവന് ഇച്ചിരി പനിയൊക്കെ കുറഞ്ഞു. അപ്പം ഞാൻ കരുതി എന്നാൽ ഇത് വോയിസ് ഓവർ ചെയ്ത് അങ്ങ് ഇടാമെന്ന് കരുതി കേട്ടോ. രാവിലെ നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:30 ആയപ്പോഴൊന്നും എണീറ്റില്ല. ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. എണീറ്റ പാടെ അവിടെ അടുപ്പിനവിടെ എല്ലാം ഒന്നും തൂത്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ അരി ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മളങ്ങ് ക്ലീനാക്കി പോത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഇഡലി ഒന്നും അല്ല കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കരുതി രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കഞ്ഞി അസ്ത്രമാക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആദ്യം പയറായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. പിന്നെ അത് പെട്ടെന്ന് മാറി അസ്ത്രത്തിലേക്ക് പോയി കേട്ടോ. ഒരുപാട് വൻപയർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതിൽ കുറച്ചെടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തോരൻ വെക്കുമ്പോൾ അതിനകത്തോട്ട് ഇടാമല്ലോ എന്ന് കരുതി. അങ്ങനെ പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഹസ്ബൻഡ് തന്നെ അരിഞ്ഞ് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഞാൻ പച്ചക്കറിയും വൻപയറും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ച് കേട്ടോ. അപ്പോൾ സിദ്ധുവിന് രാവിലെ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കഞ്ഞിയൊക്കെ റെഡിയായി വരാൻ കുറച്ച് സമയം പിടിക്കുമല്ലോ. അപ്പോൾ ഞാൻ കരുതി കുഞ്ഞിനുള്ള കുറുക്കങ്ങ് റെഡിയാക്കി വെക്കാമെന്ന്. അപ്പം കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞത് കഴിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ കരുതി ലൂസായിട്ട് കുറച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ പനക്കൽക്കണ്ടമാണ് ഇടുന്നത്. പനക്കൽക്കണ്ട ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വെള്ളത്തിലാക്കി നന്നായിട്ട് വെട്ടി തിളപ്പിക്കും കേട്ടോ. എന്നിട്ട് അത് 2 ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കും, ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. പിന്നെ അത് അരിച്ചെടുക്കുമ്പോൾ അതിനകത്തുനിന്നാണ്ട് ഇത്രയും പൊടിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു പനയിൽ നിന്നുണ്ടാക്കുന്നതാണ്, അതങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാശി രാവിലെ പടം വര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവൻ്റെ മെയിൻ പരിപാടി ബുക്ക് എടുക്കുക, പടം വരയ്ക്കുക, കളർ ചെയ്യുക. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള പടം വരയ്ക്കുന്നുണ്ട്. കൂടുതലും വരയ്ക്കുന്നത് കെട്ടുകാളയൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് ഓച്ചിറ അമ്പലത്തിലൊക്കെ പോയി പോകുമ്പം അവനങ്ങനെ കണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കാളകെട്ട്, കെട്ടുകാള ഇതൊക്കെയാണ് വരയ്ക്കുന്നത്. പിന്നെ സിദ്ധു അഴിച്ചുപണിയാണ്. സിദ്ധു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി കേട്ടോ. ഈ കാറൊക്കെ ഇപ്പോൾ എടുത്തു കൊടുത്തതാണ്, അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഓൾറെഡി അത് കാശി ഇട്ട് തല്ലി അതൊക്കെ പോയതാണ്. ഇപ്പോൾ ഒരു മഴ പെയ്ത് തോന്നിയിട്ടുണ്ട് കേട്ടോ. കസരയൊക്കെ ഇങ്ങനെ മറിച്ചിട്ടിരിക്കുന്നത് ഇവിടെ പൂച്ച കയറും. മഴയൊക്കെ ആകുമ്പോൾ ഇവിടെ പൂച്ച കയറും. പിന്നെ അതാ ഈ താഴെ ഇരുന്ന ചെടി മൊത്തം എടുത്ത് മേളിൽ വെച്ചേക്കുന്നത് ഈ പൂച്ച കയറി ഇവിടെ കിടക്കും കേട്ടോ. അപ്പോൾ ഈ ടേബിൾ നമുക്ക് അകത്തിടാൻ പറ്റത്തില്ല. സിദ്ധു ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കും. അതിൽ നിന്നെടുത്ത് ചാടുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 തവണ ചെയ്തതുകൊണ്ട് ഞാനത് എടുത്ത് ഈ സിറ്റൗട്ടിലിട്ടു. ഇവിടെ ഇട്ടപ്പോഴത്തേക്ക് ഇവിടെ പൂച്ച കയറാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആ ചെടിയെല്ലാം പൊക്കി അതേ കയറ്റി വെക്കും. രാത്രിയാകുമ്പോൾ പകലെടുത്ത് താഴെ വെക്കും കേട്ടോ. അങ്ങനെ ഒരു മഴയൊക്കെ തോന്നും. ചെറുതായിട്ടേ പെയ്തിട്ടുള്ളായിരുന്നു. നല്ല കോളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചാറ്റമഴയായിരുന്നു. അങ്ങനെ പിന്നെ ഗ്രില്ല് നമ്മളെപ്പോഴും അടച്ചിട്ടേക്കും. കാരണം സിദ്ധു കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ വെളിയിലിറങ്ങും. പിന്നെ ഇനി എല്ലാം അടിച്ചു വാരണം. അപ്പം ഞാൻ കരുതി കഞ്ഞിയും കറിയും വേവുന്ന സമയം കൊണ്ട് എല്ലാം ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ഇപ്പം എൻ്റെ ബാഗ് എടുത്തിട്ട് അത് ഭയങ്കര പരിശോധനയാണ് കേട്ടോ. അതിനകത്തൊന്ന് കോയിനൊക്കെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പം അതിനകത്തൊന്നും വെക്കാറില്ല. അവൻ എപ്പോഴാണ് അതെടുക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ അസ്ത്രത്തിനുള്ള പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ കാശിക്ക് പാല് രാവിലെ കാച്ചിയിട്ടുണ്ട്. അപ്പോൾ സിദ്ധുവിന് പനി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പാലങ്ങനെ കൊടുക്കുന്നില്ല. കാശിക്ക് വേണ്ടി മാത്രമുള്ള പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ കാശി പാലും ബിസ്ക്കറ്റും ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും ആണ് കഴിക്കുന്നത്. അപ്പം കഞ്ഞി വേവുമ്പം നമുക്കത് കൊടുക്കാമല്ലോ. അപ്പം കഞ്ഞി എന്തായാലും വെന്ത് വന്നപ്പോൾ 10-10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഞാൻ കുക്കറിൽ ഗ്യാസിലായിരുന്നു വെക്കുന്നത്. പക്ഷേ ഇന്നെന്തോ ഞാൻ കരുതി അടുപ്പിൽ വെച്ച് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ സാധാ ചോറ് വെക്കുന്നതിൻ്റെ കൂട്ട് അടുപ്പിൽ വെച്ചിട്ട് ചെയ്തു. പക്ഷേ ഒത്തിരി താമസിച്ചു കേട്ടോ. പിന്നെ അതാ തേങ്ങ പൊട്ടിക്കുകയാണ് കേട്ടോ. തേങ്ങ വേണമല്ലോ കറിക്ക്. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ തേങ്ങ പൊട്ടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ താഴെയൊക്കെ വെച്ചിട്ടായിരുന്നു പൊട്ടിക്കുന്നത്. പക്ഷേ ഇപ്പം 1-2 വെട്ടം ഇങ്ങനെ വെട്ടി വെച്ച് വെട്ടുമ്പോഴത്തേക്ക് അത് റെഡിയായി എൻ്റെ കൈ കിട്ടും. ഇപ്പം അങ്ങനെ പേടിയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. പിന്നെ പണ്ട് കുക്കറൊക്കെ തുറക്കാൻ പേടിയായിരുന്നു, മിക്സിയിൽ അരയ്ക്കാൻ പേടിയായിരുന്നു, തേങ്ങ പൊട്ടിക്കാൻ പേടിയായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള പേടികളൊന്നുമില്ല. ഇപ്പം എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ എനിക്കങ്ങ് ശീലമായി.
പിന്നെ നമ്മുടെ പയറും കൂടി ചെറുതായിട്ടൊന്ന് വേവാനുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടി വെച്ചു. 2-3 വിസിലടിച്ചപ്പോഴത്തേക്ക് അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ മിക്സ് ചെയ്തിട്ട് ഇനിയും നമുക്ക് കടുക് പൊട്ടിക്കണമല്ലോ. അപ്പോൾ ഈ അരപ്പ് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ അരപ്പ് അരയ്ക്കാൻ നേരത്ത് വെള്ളം ചേർത്തല്ലേ അരച്ചത്. അപ്പം ഞാനതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി അപ്പുറത്തെ സ്റ്റൗവിലാണ് വെച്ചിരിക്കുന്നത്. കാരണം അതിലാണ് നല്ല തീയുള്ളത്. എനിക്കാണെങ്കിൽ അതിൽ വെക്കുന്നതാണ് ഇഷ്ടം. ഇത് ചെറിയ തീയേ ഉള്ളൂ. അപ്പം ഞാൻ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇടാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വറ്റൽ മുളക് ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ വറ്റൽ മുളക് ഇടും. എല്ലാത്തിനകത്തും ഇടും കേട്ടോ. തോരൻ വെക്കുകയാണെങ്കിൽ അതിനകത്തിടും. പിന്നെ അതുപോലെ തന്നെ കറികൾക്കെല്ലാം അതിടും. പിന്നെ കരിവേപ്പില ഇട്ടു, കൊച്ചുള്ളി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് വസ്ത്രത്തിനകത്തേക്ക് ഇടും കേട്ടോ. എന്നാലല്ലേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു ചെറിയ ടേസ്റ്റ്, പക്ഷേ ഈ കടുക് പൊട്ടിച്ചതോടെ ഇടുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് പപ്പടം കാച്ചണം. പിന്നെ അതിന് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം കാച്ചിയെടുക്കണം. പണ്ട് ഞങ്ങൾ ഹസ്ബൻഡ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ആഴ്ചയും ഞങ്ങൾ കഞ്ഞിയും പയറും ഒക്കെ ആയിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയും പയറും. അതുപോലെ തന്നെ ഹസ്ബൻഡിനായാലും കാശിക്കായാലും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അതായിരുന്നു ഞങ്ങൾ ചില സമയത്തൊക്കെ ഞായറാഴ്ചകളിലൊക്കെ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ കഞ്ഞിയും പയറും ആക്കുന്നത് രാവിലെ. ഇവിടെ മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ഇഡലി, പിന്നെ ചപ്പാത്തി ഒക്കെയാണ്. ദോശ ഇഡലിയൊക്കെ ആണെങ്കിൽ എൻ്റെ മക്കൾ കഴിക്കത്തുള്ളൂ. ചപ്പാത്തിയൊന്നും അങ്ങനെ കഴിക്കത്തില്ല. പിന്നെ നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞി വെന്തപ്പോൾ ഞാനതൊരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ചൂട് മാറാൻ വേണ്ടി ഞാനൊരു വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഫാനിൻ്റെ ഇടയ്ക്ക് വെക്കാൻ നേരം കേട്ടോ. ഇപ്പം ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് സിദ്ധു എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ കഞ്ഞിക്ക് അസ്ത്രം എടുത്തിട്ടുണ്ട്, അച്ചാർ എടുത്തിട്ടുണ്ട്, പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും കാശും കൂടിയാണ് കുടിക്കുന്നത്. എപ്പോഴും അവന് വീട്ടിലുണ്ടെങ്കിൽ ഞാനും അവനോട് ഒരുമിച്ചായിരിക്കും കഴിക്കുന്നത്. ഒരു പ്ലേറ്റിലായിരിക്കും ഞാൻ അവന് വാരിക്കൊടുക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അവൻ എന്തെങ്കിലും വാരിക്കൊടുക്കുന്ന എടുക്കുന്നത്. അങ്ങനെ പിന്നെ ഉച്ചക്കത്തേക്ക് നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ, ചുമന്നോരയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചൂട് ഉണ്ടായിരുന്നു, അത് വറക്കാൻ വേണ്ടി എടുത്തു. ചുമന്നോര കറി വെക്കാമെന്നായിരുന്നു കേട്ടോ. അങ്ങനെ ചുമന്നോര ചൂട് അരപ്പ് തേച്ച് വെക്കുകയാണ്. അതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടാണ് ഇന്ന് എടുക്കുന്നത്. സാധാരണ ചില സമയത്തൊക്കെ ചെയ്യുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ചെയ്തില്ല കേട്ടോ. ഇങ്ങനെ റെഡിയാക്കി, കാരണം സമയമില്ലായിരുന്നു. പിന്നെ മീൻ കറിയും പെട്ടെന്ന് അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ 2 മണിയായി. ഇപ്പോൾ 2:10 ആയിട്ടോ. കാശിക്ക് അബാക്കസിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ താമസിച്ചു. ഞങ്ങൾ 2 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 2:10 അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും പോയി പെട്രോൾ അടിക്കണം. അത് കഴിഞ്ഞ് കാശിയെ കൊണ്ടുവിടണം. പിന്നെ നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി സ്നാക്സും വാങ്ങണം. അപ്പോൾ വന്നപ്പോഴത്തേക്ക് സിദ്ധുമോ നല്ല ഉറക്കമായി. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.